ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അടിപൊളി ചെമ്മീൻ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ റമദാനിൽ പത്തിരിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായി നമ്മൾ കത്തി കൊണ്ട് ഒരു വര വരയണം. ഇപ്പൊ കണ്ടില്ലേ, ഇതിൽ വേസ്റ്റ് കാണുന്നത്. അപ്പൊ അത് നമ്മൾ എടുത്ത് കളയണം. ഇത് മാർക്കറ്റിൽ നിന്ന് അവർ ക്ലീൻ ചെയ്ത് തന്നാൽ ഇത് അവർ എടുത്ത് കളയില്ല, അത് നമ്മൾ തന്നെ കളയണം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യാനും. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇനി ഇതിന്റെ ഉൾവശത്തും അതുപോലെ തന്നെ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കണം. കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞാൽ മതി. ഇനി ഈ വേസ്റ്റും കൂടി എടുത്ത് മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ക്ലീൻ ആക്കാന്. പിന്നെ നമ്മളിങ്ങനെ ചെമ്മീൻ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മസാലയൊക്കെ ചെമ്മീൻമേ നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പൊ ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചെമ്മീൻ നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇനി ഇത് മസാല പിടിക്കാനായിട്ട് 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓയിൽ നമുക്കിത് മസാല ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ചെമ്മീനും കൂടി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചെമ്മീനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഓയിൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടായിരുന്നു ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവാളയൊക്കെ ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 5 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നെടുകെ കീറിയതാണ്. ഇത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ പാകത്തിന് കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ഇതിന്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്ക് 2 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. വലിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പൊ തക്കാളിയൊക്കെ ഇവിടെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നല്ലവണ്ണം ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ചെമ്മീനും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലവണ്ണം ചെമ്മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റമദാനിൽ ഈ ചെമ്മീൻ മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പത്തിരിയുടെയും അപ്പത്തിൻ്റെയും റൈസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ മസാലയാണിത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്